ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലും യൂട്യൂബ് ഷോർട്സിലും എല്ലാം കാണാറുള്ള ഇതുപോലുള്ള ഡിസോൾവ് എഫക്റ്റ് വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് രണ്ട് ആപ്പിൻ്റെ ആവശ്യമുണ്ട്. ഒരു VPNും CapCut എന്ന് പറയുന്ന ഒരു എഡിറ്റിംഗ് ആപ്പും. VPN നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതിയാവും. ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ക്വിക്ക് ഫ്രീ VPN എന്നുള്ള ഒരു ആപ്പാണ് ഇവിടെ VPN ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് CapCut എന്നുള്ളൊരു എഡിറ്റിംഗ് ആപ്പും ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് VPN ഓണാക്കി അത് കഴിഞ്ഞ് CapCut ആപ്പ് ഓപ്പൺ ആക്കി ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഐക്കൺ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ സെലക്ട് ചെയ്യണം. ഈ വീഡിയോയിലാണ് ഞാൻ ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്ലേ ആക്കി നോക്കാം. ഇതിലെവിടെ വെച്ചാണോ നമുക്ക് ആ ഡിസോൾവ് ആവേണ്ടത് ആ പോയിന്റിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് വരിക. വീഡിയോ സെലക്ട് ചെയ്ത് ബോട്ടം സൈഡിലുള്ള മെനു ഓപ്ഷൻസിൽ നിന്നും ഫ്രീസ് എന്നുള്ള എഫക്റ്റ് സെലക്ട് ചെയ്തു. നമുക്കൊരു ഫ്രീസ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഫ്രീസ് പോയിന്റ് തീരുന്ന പോയിന്റിൽ വന്ന് ഒന്നും കൂടെ ഫ്രീസ് കൊടുക്കുക. ഇവിടെ 2 പ്രാവശ്യം ഫ്രീസ് കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ 2 എണ്ണം കാണിക്കുന്നത്. ഫസ്റ്റ് ഫ്രീസ് ആയ ഫ്രെയിമിൽ നിന്ന് സെലക്ട് ചെയ്തു. ബോട്ടം സൈഡിലുള്ള ഓപ്ഷനിൽ നിന്ന് സ്റ്റൈൽ എടുത്തു. കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പാർട്ടിക്കിൾ ഡിസിപ്പേറ്റ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ആ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് അതിലൊരു സാമ്പിളും പ്ലേ ആവുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പാർട്ടിക്കിൾ ആ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ. ഇനി സെക്കൻഡ് ഫ്രീസ് ഫ്രെയിം ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ ആ സെക്കൻഡ് ഓപ്ഷൻ പാർട്ടിക്കിൾ ഡിസിപ്പേറ്റ് എന്ന് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്ത് ഇനി ഒന്ന് പ്ലേ ആക്കി നോക്കാം. നിങ്ങൾക്ക് അത് ഡിസോൾവ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഞാനത് തിരിച്ച് ആ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വീഡിയോ പഴയതുപോലെ ആകുന്ന ഒരു ഫോർമാറ്റിലാണ് ഞാൻ ചെയ്തത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇതിനൊരു വീഡിയോക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുക്കാം. ഞാനിപ്പോൾ ആഡ് ഓഡിയോ എടുത്തു. ഓക്കെ, നോക്കട്ടെ. ഇനി എൻ്റെ ഫോണിൽ സേവ് ആയിട്ടിരിക്കുന്നുള്ളൊരു മ്യൂസിക് ആഡ് ചെയ്യാം. ഒരു മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഓഡിയോ സോങ്ങില്ലേ, അത് ഞാനൊന്ന് ഡ്രാഗ് ചെയ്ത് കുറച്ച് പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതായത് ഡിസോൾവ് എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് മ്യൂസിക് വരുന്ന രീതിയിലേക്ക് ഞാനൊന്ന് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എക്സ്പോർട്ട് ഐക്കണിൻ്റെ തൊട്ടടുത്തുള്ള ആ റെസൊല്യൂഷൻ കാണിക്കുന്ന ഐക്കണിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഏത് റെസൊല്യൂഷനിലാണ് നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ്. ഓക്കെ, ഞാൻ ഫുൾ HDയും 30 ഫ്രെയിമുമാണ് കൊടുത്തത്. ഇനി എക്സ്പോർട്ട് സെലക്ട് ചെയ്തു. നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആവുന്നുണ്ട്. നമ്മുടെ ഫയൽ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.